അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്ന് EMF, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശ്രദ്ധിക്കുക, EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ് അല്ലേ. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം PD. അപ്പോൾ എന്താണ് EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മുടെ വ്യത്യാസം? ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കണം. ഈ EMF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഞാൻ എഴുതാം, മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽ ഓഫ് ദ സെൽ in an open circuit. Potential difference in difference in potential between the terminals of the cell or any two point in a closed circuit. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും തമ്മിൽ മാറിപ്പോയത് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ പറയാം, EMFിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ സെൽ ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്. എന്താണ് ഈ ഓപ്പൺ സർക്യൂട്ട്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്യൂട്ട് ഓപ്പൺ ആവാം അല്ലെങ്കിൽ ക്ലോസ്ഡ് ആവാം. ഓപ്പൺ സർക്യൂട്ടിലൂടെ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ക്ലോസ്ഡ് സർക്യൂട്ട് ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓപ്പൺ സർക്യൂട്ടിൽ എപ്പോഴും I എന്തായിരിക്കും? I 0 ആയിരിക്കും. ക്ലോസ്ഡ് സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? I not equal to 0 ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ബാറ്ററി എന്ന് വിചാരിക്കുക, ഞാൻ പറയണ 5 വോൾട്ടാണ്. ഈ ബാറ്ററി എത്രയെന്ന് പറഞ്ഞു? 5 വോൾട്ടാന്ന് പറയും. അപ്പോൾ ആ 5 വോൾട്ട് എന്ന് പറയുന്നത് ആ ബാറ്ററീൻ്റെ EMF ആണ്. ആ ബാറ്ററീൻ്റെ ആരാണ്? EMF. ക്ലിയർ? ഇതേ സാധനം, കാരണം ഇതിൻ്റെ അകത്തുകൂടെ ഇപ്പോൾ എന്ത് ഫ്ലോ ചെയ്യുന്നില്ല? ഈ സംഭവത്തിൻ്റെ അകത്തുകൂടെ ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ബാറ്ററി തന്നു. ആ പുതിയ ബാറ്ററി എന്നിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇയാൾക്ക് എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുക? ഞാൻ ചിത്രം വരയ്ക്കാം. ഇപ്പം ഇതാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കുക, ഒരു സെല്ല് അല്ലേ. ഈ സെല്ലിൻ്റെ EMF ആണ് E. അപ്പോൾ അതിൻ്റെ എത്ര വോൾട്ട് ഉണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇതാണ് 2 ടെർമിനൽസ് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഈ 2 ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ഇപ്പോൾ ഇതാണ് 2 ടെർമിനൽസ് എങ്കിൽ, ഇപ്പോൾ ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും കറണ്ട് ഇല്ല, കാരണം ഈ സാധനം ഇവിടെ വന്ന് ജോയിൻ ചെയ്താലേ ക്ലോസ്ഡ് ആവുള്ളൂ. ഇതിപ്പോൾ ഒരു ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? മീൻസ് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ കാണിക്കൽ എന്താണ്? ഈ ബാറ്ററീൻ്റെ EMF ആണ്. EMFന് ഈക്വൽ ടു 4 വോൾട്ട് ആണെങ്കിൽ ആ 4 വോൾട്ടാണ് ഇയാൾ കാണിക്കുക. അപ്പോൾ ഈ 4 വോൾട്ട് എന്ന് പറയുന്നത് ഈ ബാറ്ററീൻ്റെ എന്താണ്? EMF ആണ്. പക്ഷേ ഇപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. കാരണം ഈ വോൾട്ട് മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ വോൾട്ട് മീറ്റർ ഒരിക്കലും വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നത്, അതിലൂടെ ഒരിക്കലും കറണ്ട് പാസ് ചെയ്യൂല. ഐഡിയൽ വോൾട്ട് മീറ്ററൊക്കെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ EMF എത്ര വോൾട്ടാണ്? 4 വോൾട്ടാന്ന് പറയാം. ക്ലിയർ? അപ്പോൾ എന്താണ് വരുമ്പോഴൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇപ്പം ഇതാണൊരു സർക്യൂട്ട്, ഇതൊരു കീ ആണെന്ന് വിചാരിക്കുക അല്ലേ. ഇവിടെ ഞാനൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക, ഇത് E ആണെന്ന് വിചാരിക്കുക. ശരിയല്ലേ? ഇപ്പം നിങ്ങൾ ഈ ചിത്രം നോക്ക്. ഈ ചിത്രത്തിൽ ഈ സർക്യൂട്ട് ഒരു ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആവണമെങ്കിൽ ഈ കീ നമ്മളിവിടെ ഒരു ഡോട്ട് വരയ്ക്കണം. ഡോട്ട് വരയ്ക്കുമ്പോഴാണ് ഇത് സ്വിച്ച് ഓഫ് ഓൺ അല്ലെങ്കിൽ കീ ക്ലോസ് എന്ന് പറയാം. അപ്പോഴാണ് ഇതിലൂടെ കറണ്ട് പോകുള്ളൂ. ഇപ്പോൾ ഇതിലൂടെ ആരും ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇയാളൊരു ഓപ്പൺ ആണ്. ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഇപ്പം ഈ സർക്യൂട്ടിൻ്റെ അകത്ത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു റീഡിങ് കാണിക്കൂല്ലേ? കാണിക്കും. അത് ഈ സെല്ലിൻ്റെ EMF ആണ് കാണിക്കുക. ഈ സെല്ല് എന്താ കാണിക്കുക? EMF. അപ്പോൾ EMF എന്താണ്? മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ സെൽ ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്. മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്.
ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെയും ഇടയ്ക്കുള്ള എന്ത് കാണുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. പക്ഷെ ആ സർക്യൂട്ടിൽ ആര് ഫ്ലോ ചെയ്യാൻ പാടില്ല? ആ സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. ആ കാണിക്കുന്ന റീഡിംഗ് ആണ് അതിന്റെ EMF. ക്ലിയർ? ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് EMF കിട്ടി അല്ലെ? EMF ക്ലിയർ ആയില്ലേ? കാരണം EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ആ ഓപ്പൺ സർക്യൂട്ട് സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞ പേരാണ് EMF അല്ലേ? ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. അത് എന്താണ്? ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ ടെർമിനലിന്റെ ഇടയ്ക്കും കാണാം, അല്ലെങ്കിൽ എനി 2 പോയിന്റ്സ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സർക്യൂട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ സാധാരണ പ്ലസിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആണോ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ്. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ കാണിക്കൽ EMF അല്ല. ഇപ്പം ഇയാൾ കാണിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ 5 വോൾട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും 5 വോൾട്ട് കാണിക്കേണ്ടതെന്ന്. ഇല്ല, അത് 5 വോൾട്ട് കാണിക്കൂല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ല് നിങ്ങൾ ഉണ്ടാക്കിയത് അതിൻ്റെ അകത്ത് കുറേ ഇലക്ട്രോഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സെല്ല് നമ്മൾ കെമിസ്ട്രി നിങ്ങൾ പഠിക്കും. അതിൽ നിങ്ങൾ ആ സെല്ലിൻ്റെ അകത്ത് എന്തുണ്ട്? പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉണ്ടാവും, ഒരു ബാറ്ററി അല്ലേ? അപ്പോൾ അതിന് സ്വന്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഈ റെസിസ്റ്റൻസ് എപ്പോഴാണ് ആക്ട് ചെയ്യാൻ തുടങ്ങുക? ഇപ്പം നിങ്ങൾക്ക് ഒരു ബാറ്ററി ഞാൻ തന്നു കഴിഞ്ഞാൽ അത് 5 വോൾട്ടാണ്. ഈ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ ആ റെസിസ്റ്റൻസ് എപ്പോഴാണ് ആക്ട് ചെയ്യാൻ തുടങ്ങുക? അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്തിരുന്നില്ല. അപ്പാണ് കറക്റ്റ് EMF കാണിച്ചത്. ഇപ്പം അതിൻ്റെ അകത്തൂടെ ആര് പാസ് ചെയ്യാൻ തുടങ്ങി? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ റീഡിംഗ് കാണിക്കൂല. അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസിന് ചെറിയൊരു ഒപ്പോസിഷൻ വരും. അതിൻ്റെ അർത്ഥം EMF ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ബാറ്ററി ഞാൻ 5 വോൾട്ടാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങളത് ക്ലോസ് ചെയ്തു, അതിൻ്റെ അകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾ വോൾട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ കാണിക്കൽ 4.8 വോൾട്ടൊക്കെ കാണിക്കുള്ളൂ. 5നെക്കാളും കുറച്ച് കുറവേ കാണിക്കുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ഈ 0.2 വോൾട്ട് എവിടെ പോയി? അത് ഇതിൻ്റെ അകത്ത് പോയി. നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ഉള്ള കാരണം. പക്ഷെ ആ റെസിസ്റ്റൻസ് എപ്പോഴേ ആക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ? സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ സെൽ ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ടാണ് EMF. പക്ഷെ അതേ സർക്യൂട്ടിൽ തന്നെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളൊരു വോൾട്ട് മീറ്റർ വെച്ചാൽ അയാൾ കാണിക്കുന്നത് EMF ആയിരിക്കില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അതാണ് ഈ പറയുന്നത് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ ഓർ എനി 2 പോയിന്റ്സ്. എനി 2 പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് ഇടയ്ക്ക് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് ഇടയ്ക്ക് നിങ്ങൾക്ക്. അപ്പോൾ ഏത് നിങ്ങളുടെ സർക്യൂട്ടിലെ ഏത് 2 പോയിന്റ് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് കാണാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, രണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും. EMF നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി, ഒരു കൺഫ്യൂഷൻ വേണ്ട. EMF എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ബാറ്ററി തന്നു, ആ ബാറ്ററിക്ക് 10 വോൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു പുതിയ ബാറ്ററി ഒരു 10 വോൾട്ട് ഉണ്ട് എന്നാൽ 10 വോൾട്ടാണ് അയാളെ EMF. 10 വോൾട്ടാണ് അയാളെ EMF. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ബാറ്ററി വെച്ചിട്ട് കറണ്ട് ഇല്ല, ഓപ്പൺ സർക്യൂട്ടാണ്. നിങ്ങളിപ്പോൾ ആ ബാറ്ററി നിങ്ങളൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടും സ്വിച്ച് നിങ്ങൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ബാറ്ററിക്ക് ഉള്ളത് ആരാണ്? EMF ആണ്. ക്ലിയർ? അപ്പോൾ EMF എപ്പോഴും സെല്ലിൻ്റെ പ്ലസിൻ്റെയും മൈനസിൻ്റെയും ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി നോട്ട് ചെയ്യുക, EMF എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? സെല്ലിൻ്റെ പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയ്ക്ക് മാത്രമേ EMF ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു വോൾട്ട് മീറ്റർ നിങ്ങൾ പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ അയാൾ നേരത്തെ കാണിച്ച വാല്യൂ കാണിക്കൂല. കാരണം അതിൻ്റെ അകത്ത് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് കാരണം കുറച്ച് കറണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വോൾട്ടേജ് കിട്ടൂല, കുറച്ച് കുറവ് കാണിക്കും. അപ്പോൾ അയാൾ EMF അല്ല കാണിക്കുന്നതാണ് എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് ആയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മെഷർ ചെയ്യാം. ഈ റെസിസ്റ്റൻസിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഇനി ഇവിടെ ഒരു ബൾബ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഒരു ബൾബ് ഉണ്ടെങ്കിൽ ഈ ബൾബിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഇനി സെല്ലിൻ്റെയും മൈനസിൻ്റെയും പ്ലസിൻ്റെയും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, ഏത് 2 പോയിന്റ് ഇടയ്ക്ക് എടുക്കാം. പക്ഷേ EMF എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? EMF എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? സെല്ലിന്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വ്യത്യാസം. EMF only exist between the terminals of the cell.
ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ. അപ്പോൾ ഇ എം എഫ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ബാറ്ററിന്റെ പ്ലസിന്റെയും മൈനസിന്റെയും ഇടയ്ക്ക് മാത്രമേ ഇ എം എഫ് ഉണ്ടാവുള്ളൂ. സർക്യൂട്ട് ഓപ്പൺ ആവും വേണം, കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. ക്ലിയർ? പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് എനിവേർ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. എനിവേർ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ഏത് രണ്ട് പോയിന്റ് ഇടയ്ക്ക് വോൾട്ട് മീറ്റർ വെച്ചും കാണാം. ആ വോൾട്ട് മീറ്റർ വെച്ച് കാണിക്കുന്ന ഏത് രണ്ടിന്റെ പോയിന്റ് ഇടയ്ക്കും കാണിക്കുന്ന റീഡിംഗ് ഒക്കെ ആ രണ്ട് പോയിന്റ് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ? പക്ഷേ ഇ എം എഫ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെ ഇടയ്ക്ക് ഓപ്പൺ ആയിരിക്കും വേണം. ക്ലിയർ? പിന്നെ ഇയാൾ ഒരു കോസ് എന്നാ പറയാം. കോസ് എന്ന കാരണം, CAUSE കോസ്. അപ്പൊ ഈ ഇ എം എഫ് എന്ന് പറഞ്ഞ കോസ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ഡ്രൈവർ വേണ്ടേ? അപ്പൊ ഡ്രൈവർ ഓഫ് ദ കറണ്ട് ആണ് ശരിക്കും ഇ എം എഫ്, കാരണം ബാറ്ററി. അപ്പൊ ബാറ്ററി ശരിക്കും ഒരു സോഴ്സ് ആണ്, എനർജിന്റെ ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ അയാളൊരു കാരണമാണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. കറണ്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ അവിടെ ഇ എം എഫ് ഉണ്ട്. അപ്പോൾ അയാളൊരു എനർജിയാണ്, സോഴ്സ് ആണ്, കോസ് ആണ്, കാരണമാണ്. ഇയാൾ കാരണം എന്ത് ചെയ്തു? സർക്യൂട്ട് ക്ലോസ് ചെയ്തു, അതിനുശേഷം കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇയാളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് ഡിപ്പെൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു ചിത്രം വരച്ചില്ല, ഒരു 6 വരച്ചില്ലേ? 6 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. അത് പറയാനുള്ള കാരണം വെച്ചാൽ ഈ സെല്ലിന് സ്വന്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത് പഠിക്കും. അപ്പോൾ ഇയാൾ ഒരിക്കലും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഓപ്പൺ സർക്യൂട്ട് ആണ്. ഈ റെസിസ്റ്റൻസ് ഒക്കെ എപ്പോഴാണ് ആക്ട് ചെയ്യുക? അപ്പോൾ ഞാൻ നേരത്തെ വരച്ച ചിത്രത്തിൽ ഇവിടെ ഒരു റെസിസ്റ്റർ കാണിച്ചിരുന്നു അല്ലേ? ഇയാൾ എപ്പോഴാണ് ആക്ട് ചെയ്യാൻ തുടങ്ങുക? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾ ആക്ട് ചെയ്യുള്ളൂ അല്ലെ? റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും, പക്ഷെ അത് ആക്റ്റീവ് ആവില്ല എപ്പോഴാണ്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് ഇല്ല, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇയാളെ ഇ എം എഫ് ഇയാളെ ഡിപ്പെൻഡ് ചെയ്യൂല, കാരണം കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ ഇ എം എഫ് ഒരിക്കലും എന്തിനാ ഡിപ്പെൻഡ് ചെയ്യില്ല? ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താണ്? ഇതിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ വോൾട്ട് മീറ്റർ വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഈ റെസിസ്റ്റൻസ് മാറ്റുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറും. ക്ലിയർ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ആരെ ഡിപ്പെൻഡ് ചെയ്യും? എക്സ്റ്റേണൽ, ആ സർക്യൂട്ടിലെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇ എം എഫ് ഒരിക്കലും എന്ത് ചെയ്യൂല? ഡിപ്പെൻഡ് ചെയ്യൂല. ക്ലിയർ? അപ്പോൾ ഇതാണ് ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും. മാറിപ്പോകരുത്, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ രണ്ടും മെഷർ ചെയ്യൽ വോൾട്ട് മീറ്റർ വെച്ചിട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇ എം എഫും മെഷർ ചെയ്യൽ എന്ത് വെച്ചിട്ടാണ്? വോൾട്ട് മീറ്റർ. അപ്പോൾ രണ്ടാളും മെഷർ ചെയ്യൽ ആരെ വെച്ചിട്ടാണ്? മെഷേർഡ് ബൈ വോൾട്ട് മീറ്റർ. അപ്പോൾ ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കൽ എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. ക്ലിയർ? പക്ഷെ വോൾട്ട് മീറ്റർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ പാരലൽ ആയിട്ടേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും എങ്ങനെ കണക്ട് ചെയ്തത്? സീരീസ്. കാരണം ഇപ്പം നമ്മളൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റെസിസ്റ്റൻസ് R. അപ്പം ഈ ആറിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വോൾട്ട് മീറ്റർ വേണം. ആ വോൾട്ട് മീറ്റർ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഈ ആറിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും 2 പോയിന്റിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പോയിന്റ് ഇടയ്ക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് എന്ത് കണക്ഷനാണ്? സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ. അപ്പോൾ വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ? പാരലൽ. പക്ഷെ അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? സീരീസ്. മാറിപ്പോരുത്, അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക, വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? പാരലൽ വിത്ത് ദ സർക്യൂട്ട്. പിന്നെ രണ്ടാളെ SI യൂണിറ്റും വോൾട്ട് ആണ്. രണ്ടാളെ SI യൂണിറ്റ് ആരാണ്? വോൾട്ട്. ശ്രദ്ധിക്കുക, ഇ എം എഫിന്റെ യൂണിറ്റ് ആണെങ്കിലും ശരി, പൊട്ടൻഷ്യൽ ആണ്. അത് ഫോഴ്സ് ഒന്നുകൊണ്ട് ന്യൂട്രൺ ഒന്നല്ല, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും രണ്ടിന്റെയും യൂണിറ്റ് ആരാണ്? വോൾട്ട് ആണ്. മാറിപ്പോരുത്, രണ്ടാളെ SI യൂണിറ്റും വോൾട്ട് ആണ്. രണ്ടാളും മെഷർ ചെയ്യല് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം? പാരലലായിട്ട് കണക്ട് ചെയ്യണം. ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ്.
ശ്രദ്ധിക്കുക, ഇന്റേണൽ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്മോൾ ലെറ്റർ ആർ ആണ്. അപ്പോൾ ക്യാപ് ലെറ്റർ ആർ എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുക? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളൊരു ബൾബ് വെച്ചാൽ ബൾബിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതൊക്കെ ആറാണ്. അപ്പോൾ ക്യാപ് ലെറ്റർ ആർ വെച്ച് ചെയ്യുന്ന ഒക്കെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. ഒരു സെല്ലിന് സ്വന്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് കാരണം എന്താണ്? ആ സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോൺ ഉണ്ടാവും, നെഗറ്റീവ് ഇലക്ട്രോൺ. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിൽ വരുന്നുണ്ട്, സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് അതൊരു ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രോലൈറ്റിൽ. അങ്ങനെയാണ് ഒരു സെല്ല് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഡൊക്കെ ഒരു മെറ്റീരിയലാണ്, അയാൾക്ക് എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സെല്ലിന് സ്വന്തമായിട്ടുള്ള റെസിസ്റ്റൻസ്, പക്ഷെ അത് എപ്പോഴാണ് ആക്റ്റീവ് ആവുക? കറണ്ട് പാസ് ചെയ്യണം, ക്രോസ്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. അപ്പോൾ സെല്ലിന് സ്വന്തമായിട്ടൊരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. കാരണം എന്താണ്? ഇപ്പം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, നമ്മൾ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 100 ഓം ഒക്കെ വരാം, ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മളൊരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ ലെറ്റർ ആർ കാണിക്കും. അപ്പോൾ ഈ സെല്ലൊരു 10 വോൾട്ട് ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 1 ഓം ഒക്കെ കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാൾ ശരിക്കും നിങ്ങളെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് സർക്യൂട്ടിന്റെ പുറത്തുള്ളത്. ഇത് സെല്ലിന് സ്വന്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അത് അത് വളരെ കുറവായിരിക്കണം, അപ്പോഴാണ് നല്ല സെൽ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? കാരണം ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 100 ഓം ഒക്കെ ആയാലും എന്താ പ്രശ്നം? അതൊരു നല്ല സെല്ലല്ല. കാരണം റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് 0 ആക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് 0 ആക്കാൻ പറ്റില്ല. കാരണം അതിന്റെ അകത്തുള്ള ഇലക്ട്രോണിനും ഇലക്ട്രോലൈറ്റിനും ഒക്കെ എന്തുണ്ട്? അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മിനിമം ആയാലാണ് ഒരു നല്ല സെല്ല് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തത് ടെമ്പറേച്ചർ. മൂന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നാലാമത്തത് ഏരിയ ഓഫ് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഡിപ്പ് ചെയ്ത ഏരിയ, കാരണം ഇത് ഇലക്ട്രോഡ്സ് ആണെങ്കിൽ ഇത് ഡിപ്പ് ചെയ്യണം ഇലക്ട്രോലൈറ്റ്, അപ്പോഴല്ല അത് സെല്ലായി മാറും. അപ്പോൾ എത്ര ഏരിയ ഡിപ്പ് ചെയ്തു, അപ്പോൾ അതിനൊക്കെ ആര് ഡിപ്പെൻഡ് ചെയ്യും? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. അത് അവർ പറയുന്നത് ആർ പ്രപ്പോർഷണൽ ടു ഡി ആണ്. ഡിസ്റ്റൻസ് കൂടിയാൽ എന്ത് കൂടുന്ന പറഞ്ഞത്? ഇലക്ട്രോണിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. പിന്നെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ്. പിന്നെ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ആർ പ്രപ്പോർഷണൽ ടു സി. ഏരിയക്ക് 1/A ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സെല്ലിന്റെ ഇലക്ട്രോഡിന് കറണ്ട് പാസ് ചെയ്യുമ്പോഴുള്ള സ്വന്തമായിട്ടുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഏരിയ ഓഫ് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ ഇലക്ട്രോലൈറ്റിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ശരിയല്ലേ? അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് മാറിപ്പോയത്. നമ്മൾ നേരത്തെ പഠിച്ചു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്, പക്ഷേ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് എന്താവും? നമുക്കറിയാം ആർ പ്രപ്പോർഷണൽ ടു 1/T ആണ്. ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമുക്കറിയാം ഇപ്പോൾ വളരെ തണുപ്പുള്ള സമയത്ത് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, അല്ലേ? ടെമ്പറേച്ചർ വളരെ കുറയുമ്പോൾ ആ ബാറ്ററീൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഒപ്പോഷൻ കൂടും. അതുകൊണ്ടാണ് സമ്മറിലും വിന്ററിലും നമുക്ക് ഒരേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സമ്മറിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും, അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് സമ്മറിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഈസി ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ വിന്റർ ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ വളരെ കുറയും, അപ്പോൾ അതിൻ്റെ ബാറ്ററീൻ്റെ സ്വന്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടും, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ടേമാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ സാറിന് വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ഏത് രണ്ട് പോയിന്റ് ഇടയ്ക്ക് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും അല്ലെ? സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെ ഇടയ്ക്ക് കാണാം, റെസിസ്റ്റൻസിന്റെ ഇടയ്ക്ക് കാണാം, ബൾബ് ഉണ്ടെങ്കിൽ ബൾബിന്റെ ഇടയ്ക്ക് കാണാം. ഏത് രണ്ട് പോയിന്റ് ഇടയ്ക്ക് നമുക്ക് ആരെ കാണാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. സർക്യൂട്ട് ക്ലോസ്ഡ് ആയാൽ മതി. ക്ലിയർ അല്ലേ? അതിൽ തന്നെ സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെയും ഇടയ്ക്ക് നിങ്ങൾ കാണുന്നതിനെ നമ്മൾ എന്താ പറയാ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അപ്പൊ ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ terminals of the cell in a closed circuit. In a closed circuit. മാറിപ്പോരുത്. സർക്യൂട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ നിങ്ങൾക്ക് വേറെ ഏത് പോയിന്റിലും കണക്ട് ചെയ്യാം. അതൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ടെർമിനൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക, സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണം അല്ലേ? അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ ഇതൊരു ഓപ്പൺ ആയാൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് EMF കിട്ടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ ഓപ്പൺ സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യൂല. മനസ്സിലാവണില്ല? അപ്പോ കൺഫ്യൂഷൻ വേണ്ട. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ് ചെയ്യാം, അപ്പൊ കറണ്ട് പാസ് ചെയ്യും. സെല്ലിന്റെ പ്ലസിന്റെയും മൈനസിന്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ വയ്ക്കുക, അപ്പൊ അത് കാണിക്കുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നിങ്ങൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യാണ്ട് വോൾട്ട് മീറ്റർ വെച്ചാൽ അത് EMF കാണിക്കും. ക്ലിയർ? അപ്പൊ അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അടുത്ത് എഴുതുക, റിലേഷൻ ബിറ്റ്വീൻ EMF E, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, ഇന്റേണൽ റെസിസ്റ്റൻസ് R. അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ E എന്ന് പറഞ്ഞാൽ EMF, V എന്ന് പറഞ്ഞാൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, R എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ഞാനൊരു സർക്യൂട്ട് എടുത്തു. ഇതാണൊരു സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ EMF ആണ് E. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതാണ് സ്മോൾ ലെറ്റർ R, ഇന്റേണൽ റെസിസ്റ്റൻസ്. പിന്നെ അയാൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പ്ലസ് വരും, ഇത് മൈനസ് വരും. ഇനി സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് നമ്മൾ എപ്പോഴും പ്ലസിൽ നിന്ന് മൈനസിലേക്ക് കാണിക്കും. ക്ലിയർ? സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പ്ലസിൽ നിന്ന് മൈനസിലേക്ക് കാണിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ഓംസ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഓംസ് ലോ പ്രകാരം I is equal to V/R അല്ലേ? ഇവിടെ Vക്ക് പകരം നമ്മൾ കൊടുത്ത വോൾട്ടേജ് നോക്കാം. നമ്മൾ കൊടുത്തത് E ആണ്. ഈ വോൾട്ട് അല്ല നമ്മൾ ഈ സർക്യൂട്ടിൽ കൊടുത്തത്. അപ്പൊ I is equal to E by നമ്മൾ കൊടുത്ത വോൾട്ടേജ് E ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? കാര്യം ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ ലെറ്റർ R ഉണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്. ഇവരെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരല. മുകളിലും താഴെയായ പാരല എന്നുള്ള അർത്ഥമില്ല. കാരണം നിങ്ങൾ നോക്കുക, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന അതേ കറണ്ടിനല്ലേ ഇതിലൂടെയും പാസ് ചെയ്യുക. കാരണം നിങ്ങൾ കൊടുത്ത കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും, അതേ കറണ്ടിനല്ലേ ഇതിലൂടെയും പാസ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്? സീരീസ് ആണോ പാരലൽ ആണോ? സീരീസ് ആണ് അല്ലേ? കാരണം പാരലൽ ആണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇപ്പൊ ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ടിനെയാണ് ഇതിലൂടെ വരിക. സോ ദാറ്റ് മീൻസ് ഇവ രണ്ടാളും കണക്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? സീരീസ് ആണോ പാരലൽ ആണോ? സീരീസ്. അപ്പൊ ടോട്ടൽ എത്ര വരും? R+R വരും. ക്ലിയർ? അപ്പോൾ I is equal to കൊടുത്ത വോൾട്ടേജ് E ഡിവൈഡിങ് ബൈ R+R. കാരണം ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആണ്, പാരലൽ അല്ല. ശ്രദ്ധിക്കണം, എങ്ങനെ സീരീസ് ആണോ പാരലൽ ആണോ നോക്കുക. ഈ റെസിസ്റ്ററിലുള്ള പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണെങ്കിൽ സീരീസ്, കറണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ പാരലൽ അല്ലേ? അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാൻ. I is equal എന്താണ്? E by R+R. ക്ലിയർ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? E equal to IR plus IR വരും. ക്ലിയർ? E is equal IR plus IR വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ IR എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ V എന്ന് എഴുതാം. IR is equal to V. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. മാറിപ്പോരുത്, ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E is equal IR plus IR കിട്ടി. അപ്പൊ ഈ IR നെ നമ്മൾ എന്താ പറയാ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ
വി എന്ന് പറയാം, ക്യാപിറ്റൽ ലെറ്റർ വി. കാരണം ഓംസ് ലോ പ്രകാരം വി ഈസ് IR. ആ വിനെ നമ്മൾ എന്താ പറയുക, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? E ഈക്വൽ ടു വി പ്ലസ് IR വരും. ശരിയല്ലേ? E ഈസ് ഈക്വൽ വി പ്ലസ് IR. ഇതും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്, മാറിപ്പോയത്. ഈ IR എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിന് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. ഈ I സ്മോൾ ലെറ്റർ ആറും, കാരണം കറണ്ടിന്റെ റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. പക്ഷെ അത് ആർക്കിടയിലാണ്? സെല്ലിന്റെ ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. കാരണം ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സെല്ലിന്റെ അകത്ത് കുറച്ചൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി, അതിനാണ് IR എന്ന് പറയുന്നത്. ഇത് പുറത്തുണ്ടായതാണ് IR, ഇതാ സെല്ലിന്റെ അകത്ത് ഇന്റേണലി ഉണ്ടായതാണ് IR. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഈക്വൽ ടു എന്ത് കിട്ടും? E മൈനസ് IR കിട്ടും. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ആരെക്കാട്ടിയും കുറവായിരിക്കും. നമ്മൾ നേരത്തെ ഒരു സംശയം പോലെ ഉണ്ടായിരുന്നില്ലേ, എന്തായാലും രണ്ടും ഒന്നായിക്കൂടെ എന്നൊക്കെ ഒരു സംശയം വന്നൂടെ? ഇപ്പം നിങ്ങൾ നോക്കാം, ഞാൻ കൊടുത്ത ബാറ്ററി എത്രയാണ്? 5 വോൾട്ട് ബാറ്ററി ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. നിങ്ങൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ 5 വോൾട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം, ഞങ്ങൾക്ക് തന്ന ബാറ്ററി. അപ്പോൾ അത് EMF 5 വോൾട്ട്. പക്ഷേ ഇപ്പം 5 വോൾട്ട് കാണിക്കുമോ? നിങ്ങൾ സെല്ലിൻ്റെ പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ 4.5 വോൾട്ടേ കാണിക്കുകയുള്ളൂ. കാരണം എന്തായി? 0.5 വോൾട്ട് ഇവിടെ പോയി. എവിടെ പോയി? ആ സെല്ലിന് സ്വന്തമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട്. ഇനിയിപ്പോൾ സെല്ലിന് സ്വന്തമായിട്ട് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവും. പക്ഷെ രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. എപ്പോഴും ആരായിരിക്കും കൂടുതൽ? EMFന്റെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. ആര് കുറവായിരിക്കും? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞാൽ, കറണ്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു വോൾട്ട് മീറ്റർ സെല്ലിൻ്റെ പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അയാൾ 5 വോൾട്ട് കാണിക്കും. പക്ഷെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് അത് EMF ആണ്. കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4.5 വോൾട്ടേ കാണിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ 0.5 വോൾട്ട് എവിടെ പോയി? സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിട്ട് പോയി. കാരണം സെല്ലിന് സ്വന്തമായിട്ട് എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ V ഈക്വൽ ടു എന്ത് വരും? E മൈനസ് IR വരും. ക്ലിയർ? അപ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുക? V ഈസ് ഓൾവേസ് ലെസ് ദാൻ E എന്ന് പറയാം. V ഈസ് ഓൾവേസ് ലെസ് ദാൻ E. കാരണം Eന്ന് IR കുറച്ചാലേ നമുക്ക് V കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ കേസിലൊക്കെ സർക്യൂട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ആരെ വാല്യൂ ആയിരിക്കും കൂടുതൽ? EMFന്റെ വാല്യൂ കൂടുതലായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ EMFന്റെ വാല്യൂ കൂടുതലും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. എത്ര എമൗണ്ട് ആയിരിക്കും വ്യത്യാസം? ഈ IR എവിടെ പോയി? സെല്ലിന്റെ ഇൻസൈഡ് പോയി. ക്ലിയർ? പക്ഷേ ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് സർക്യൂട്ട് ക്ലോസ്ഡ് അല്ലേ, ഓപ്പൺ സർക്യൂട്ട് ആയാൽ ഈ ഇക്വേഷൻ എന്താ സംഭവിക്കുക? ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. IR ആണ് 0, കറണ്ട് ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? V ഈക്വൽ ടു E വരാം. മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ നിങ്ങളുടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF ഒക്കെ ഒന്ന് തന്നെയാണ്. അല്ല ഇപ്പോൾ പറയുന്നത് ഈ ഫോമിലുള്ള I 0, അതിൻ്റെ അർത്ഥങ്ങൾ EMFും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഈക്വലായി. പക്ഷെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയാൽ രണ്ടും രണ്ടാണ്. EMF കൂടുതലായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. IR എമൗണ്ട് ആയിരിക്കും അവരുടെ വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ഈ രണ്ട് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, സെല്ലിൻ്റെയും EMFന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും കേസിൽ. ക്ലിയർ? ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. ഈ കോമ്പിനേഷൻ ഓഫ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അതേപോലെ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ സെല്ലിനെ നമുക്ക് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലായിട്ടും കണക്ട് ചെയ്യാം. അതിനെ നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. ഈ സെല്ലിനെ ഗ്രൂപ്പ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഗ്രൂപ്പിംഗ് ഓഫ് സെൽ നമ്മൾ പറഞ്ഞ പേരാണ് എന്താണ്? ബാറ്ററി. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ സാധാരണ ഇപ്പം ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് ഇത് പ്ലസ്സും ഇത് മൈനസും എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെല്ലാണ്. സെല്ലിൻ്റെ പോസിറ്റീവ്, സെല്ലിൻ്റെ നെഗറ്റീവ്. പക്ഷെ ചില ചിത്രത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും അവർ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ സെല്ലല്ല, ഇത് ബാറ്ററിയാണ്. ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ബാറ്ററി. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഗ്രൂപ്പ് ഓഫ് സെൽ, ബാറ്ററി, കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽസിനെ എങ്ങനെ കണക്ട് ചെയ്യണം? ഫസ്റ്റ് സീരീസ് കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് നമ്മുടെ സെൽസിനെ സീരീസ് കോമ്പിനേഷൻ, നിങ്ങൾ സെൽസ് ഇൻ സീരീസ് അതാണ്. ഇപ്പം സെൽസ് ഇൻ സീരീസ്. അപ്പോൾ നമ്മൾ സെൽസിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സീരീസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക? മീൻസ് ഇപ്പം ഇതാണ് സെല്ല്, അപ്പോൾ സെല്ലിൻ്റെ പ്ലസ് മൈനസ്, പിന്നെ മൈനസ് അടുത്ത പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യണം, വീണ്ടും മൈനസ് അടുത്ത പ്ലസ്സിലേക്ക്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സീരീസ് കണക്ഷൻ. റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്ലസ് മൈനസ്, മൈനസ് അടുത്ത സെല്ലിൻ്റെ പ്ലസ്സിലേക്ക്, വീണ്ടും മൈനസ് അടുത്ത സെല്ലിൻ്റെ പ്ലസ്സിലേക്ക്, ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ എന്ത് കണക്ഷൻ എന്ന് പറയുക? സീരീസ് കണക്ഷൻ.
അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഐഡന്റിക്കൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, n identical cells, each of EMF capital letter E and internal resistance small letter r connected to an external resistance capital letter r. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഞാൻ ആദ്യം ഐഡന്റിക്കലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ ചെയ്യാൻ പറ്റും. n ഐഡന്റിക്കൽ സെൽസ് ഓരോരുത്തരും EMF ക്യാപിറ്റൽ ലെറ്റർ E, അവരെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r, കണക്റ്റഡ് ഇൻ സീരീസ്, which connected to an external resistance. ചെറിയൊരു മാറ്റം. n ഐഡന്റിക്കൽ സെൽസ് ഓരോരുത്തരും EMF E, ഓരോരുത്തരും ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r, അവരാദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അതിനുശേഷം ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ എഴുതേണ്ടതാണ് n ഐഡന്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് EMF E and internal resistance small letter r connected in series which connected to an external resistance capital letter R. അപ്പോൾ സിംപ്ലി അതിൻ്റെ ചിത്രം ഞാൻ വരയ്ക്കാം. ചിത്രം വരൽ ഇങ്ങനെയാണ്. ഇതാണ് ആദ്യത്തെ സെല്ല് അല്ലേ. ഇയാൾക്കൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. വീണ്ടും ഞാൻ പറഞ്ഞു ഈ മൈനസ് അടുത്ത പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ. വീണ്ടും ഈ മൈനസ് അടുത്ത പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് n ഐഡന്റിക്കൽ ഉണ്ട് അല്ലേ. n ഐഡന്റിക്കലിൻ്റെ അവസാനം ഇത് പ്ലസ് വരും മൈനസ് വരും. ശരിയല്ലേ. ഇതാണ് സീരീസ് കണക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് മൈനസ് പ്ലസ്സിലേക്ക്, മൈനസ് പ്ലസ്സിലേക്ക്, മൈനസ് പ്ലസ്, പിന്നെ ഓരോരുത്തർക്കും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് അവരെ തൊട്ടടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇയാളെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R. ഇയാളെ EMFും E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R. ഇയാളെ EMFും E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R. ഇയാളതും E ആണ് R. അങ്ങനത്തെ n സെൽസിൻ്റെ എല്ലാവരും ഐഡന്റിക്കലാണ്, ഒരേതാണ് വാല്യൂസ് EMF Eയും Rഉം അല്ലേ. ഇവരിപ്പോൾ സീരീസ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയാം. ക്ലിയർ. ഇനി ഇത് ആരുമായിട്ട് കണക്ട് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യണം. ഇവരെ മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ R. ക്ലിയർ. അപ്പോൾ n ഐഡന്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് EMF E, internal resistance R connected in series which is connected to an external resistance capital letter R. Clear? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. കാരണം ഈ എല്ലാ സെല്ലും കൂടി ചേർന്ന ഒറ്റ സെല്ലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കറണ്ട് നമ്മൾ എപ്പോഴും പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് കാണിക്കുക. അപ്പോൾ പ്ലസ് ഇതാണ്. അപ്പോൾ ഇതാണ് കറണ്ട് ഡയറക്ഷൻ അല്ലേ. കറണ്ട് പ്ലസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് മൈനസിലേക്ക് പോകും അല്ലേ. ക്ലിയർ. ഇനി നിങ്ങൾ പറ, ഈ ചിത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്രം വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ടോട്ടൽ EMF കണ്ടുപിടിക്കുക. ടോട്ടൽ EMF എന്നാൽ E ഇക്വലന്റ്. ഈ ടോട്ടൽ EMFന് നമ്മൾ എന്താ പറയുക? E ഇക്വലന്റ്. എത്ര കാണിക്കുക? കാരണം നമുക്കറിയാം സീരീസ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഓരോ വോൾട്ടേജ് നിങ്ങൾ ആഡ് ചെയ്തില്ലേ? V1 + V2 + V3 ആഡ് ചെയ്തില്ലേ? അതേപോലെ തന്നെ എപ്പോഴും ഓരോരുത്തരും ദാറ്റ് മീൻസ് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ E കാണിക്കും അല്ലേ. അതേപോലെ തന്നെ അടുത്ത വോൾട്ട് മീറ്റർ കാണിച്ചാൽ E കാണിക്കും. അടുത്ത ദാറ്റ് മീൻസ് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിലാണ് EMF കാണിക്കുക. അപ്പോൾ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചാൽ E കാണിക്കും, ഇവിടെ വോൾട്ട് വെച്ചാൽ E, ഓരോരുത്തരും E കാണിക്കൂലേ. അപ്പോൾ E + E അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ E ഇക്വലന്റ് എന്ത് വരും? E ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു NE വരില്ലേ. കാരണം നിങ്ങളതിന് n സെൽസ് ഉണ്ട്, ഓരോരുത്തർ EMF E. അപ്പോൾ ടോട്ടൽ EMF NE ആവൂലേ. കാരണം ഓരോന്നും ആഡ് ചെയ്യണം. ഇക്വലന്റ് ആയ കാരണം ഡിഫറൻ്റ് ആണെങ്കിൽ E1 + E2 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഐഡന്റിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ EMF E ഇക്വലന്റ് ഇസ് NE വരും. ക്ലിയർ. അടുത്തത് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ്. ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഞാൻ ഇവരെ കൂടി നമ്മുടെ ടോട്ടൽ ഇന്റേണൽ ആണ്. ഇന്റേണൽ ആണ് നമുക്കറിയാം. ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ സീരീസ് അല്ലേ. ഇതൊക്കെ സീരീസ് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ വാല്യൂ R. n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എത്ര വരിക? NR അല്ലേ വരിക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ R + R ആഡ് ചെയ്താൽ NR കിട്ടും. ശരിയല്ലേ. ഇത് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കിട്ടിയത്.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ടോട്ടൽ, ദാറ്റ് മീൻസ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ഈക്വലന്റ് ആണ്. ആർ ഈക്വലന്റ് ഇസിക്കൽ എന്ത് കിട്ടി? NR കിട്ടി. ക്ലിയർ? ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് മാറിപ്പോയത്. ഞാൻ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടു, അതാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? NR കിട്ടിയത്. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആരായി? NR ആയി. ഇപ്പൊ ചിത്രം എത്രയേ ഉണ്ടാവുള്ളൂ? ഈ എല്ലാ സെല്ലും കൂടി ചേർന്നിട്ട് ഒറ്റ സെല്ലായി അല്ലേ? എല്ലാ സെല്ലും കൂടി ചേർന്നിട്ട് ഒറ്റ സെല്ലായി. അതിന്റെ EMF NE ആണ്. ഓരോ EMF ആഡ് ചെയ്യുമ്പോൾ മൊത്തം NE ആയി. ക്ലിയർ? ഇനി എല്ലാ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ചേർന്നിട്ട് ഒറ്റ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയി. അതിന്റെ വാല്യൂ NR. ക്ലിയർ? ഇനി ഇവരാരുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R. ഇപ്പൊ എത്രയല്ലേ ഉള്ളൂ ചിത്രം? ഈ ചിത്രം സോൾവ് ചെയ്താൽ ഇതല്ലേ കിട്ടുക? ക്ലിയർ? ഇപ്പൊ ഈ കറണ്ട് ഇവിടെ ഈ അല്ലേ? ഇപ്പൊ NR. ഇനി നിങ്ങൾ നോക്കുക, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് NR, ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്. ഇവരെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആണ്. കാരണം എങ്ങനെ നോക്കുക? കറണ്ട് സെയിം ആയാൽ മതി, അല്ലാതെ മുകളിലും താഴെ പാരലൽ ആവില്ല. കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇതിലൂടെ തിരിച്ചിങ്ങോട്ട് എത്തുന്ന കറണ്ടും സെയിം ആണ്. ദാറ്റ് മീൻസ് ഈ ആറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും NR-ലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും സെയിം ആണ്. അപ്പോൾ അവരെന്ത് കണക്ഷനാണ്? സീരീസ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? R + NR വരും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? E/R. ഓംസ് ലോ. ഓംസ് ലോ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര EMF കിട്ടി? മൊത്തം NE കിട്ടി. NE ഡിവൈഡിങ് ബൈ R. R എത്ര വരിക? R + NR. R + NR. അപ്പോൾ അതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, I is equal to ഓംസ് ലോ പ്രകാരം ഇവിടെ E ആണ്, ടോട്ടലി NE ആയി. പിന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം R + NR. അപ്പോൾ ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ക്ലിയർ? അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ N ഐഡന്റിക്കൽ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ E ഈക്വലന്റ് എപ്പോഴും ആരായിരിക്കും? NE ആയിരിക്കും. അതേപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആരുമായിരിക്കും? NR ആയിരിക്കും. ക്ലിയർ? ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ക്ലിയർ? ഇനി നിങ്ങൾ വിചാരിക്കുക ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഐഡന്റിക്കൽ അല്ലെങ്കിലോ? ഇഫ് E1 E2 up to En are EMF and internal resistance R1 R2 up to Rn are internal resistance. ഇങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഐഡന്റിക്കൽ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ E ഈക്വലന്റ് എങ്ങനെയാണ്? E ഈക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്ത് വരും? E1 + E2 + up to En വരും. ക്ലിയർ? NEക്ക് വരും E1 + E2 + E3 up to En വരും. R ഈക്വലന്റ് എങ്ങനെ വരാം? R ഈക്വലന്റ് is equal to R1 + R2 up to എന്ത് വരും? Rn വരും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് കണക്ഷൻ എന്ന് പറയാ? സെൽസ് ആർ ഇൻ സീരീസ് കണക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ക്ലിയർ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ സീരീസ് തന്നെ ഞാൻ പറഞ്ഞു റിവേഴ്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുക നിങ്ങൾക്ക് തന്ന ഒരു സെല്ല് ഇതാണെന്ന് വിചാരിക്കുക. സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ ഈ EMF E1 ഇയാൾ R1, ഈ EMF E2 ഇയാൾ R2. അപ്പൊ രണ്ട് സെല്ലുണ്ട്. ഈ EMF E1 ഇയാളെ EMF E2, ഇയാളെ റെസിസ്റ്റൻസ് R1 ഇയാളെ റെസിസ്റ്റൻസ് R2 ഇന്റേണൽ. ഇവർ ഈ മൈനസ് ഇത് പ്ലസിലേക്ക്. അപ്പോൾ ഇത് സെയിം ഓർഡർ ആണ്. ഇതിന് നമ്മൾ എന്താ പറയാ? സെയിം ഓർഡർ. സെയിം ഓർഡറിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഈക്വലന്റ് ആണ് എന്ത് ചെയ്താൽ മതി? E1 + E2 ചെയ്താൽ മതി. ശരിയല്ലേ? ഈ ഈക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്ത് വരും? E1 + E2 രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ക്ലിയർ? ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസോ R ഈക്വലന്റോ? R ഈക്വലന്റ് ഇസ് ഈക്വൽ R1 + R2 ചെയ്താൽ മതി. ക്ലിയർ? ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. സെയിം ഓർഡർ. ചിലപ്പോൾ അത് റിവേഴ്സ് ഓർഡറിൽ വരാം. റിവേഴ്സ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റിവേഴ്സ് ഓർഡർ. ഇയാളെ വാല്യൂ E1, ഇയാളെ വാല്യൂ E2, ഇത് R1, ഇത് R2. ഇത് റിവേഴ്സ് ഓർഡർ ആണ്. റിവേഴ്സ് ഓർഡർ. സെയിം ഓർഡർ അല്ല, റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്നാണ് എന്താ അർത്ഥം? ഈ മൈനസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങൾ ഈ ഈക്വലന്റ് കാണാൻ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. E1 - E2 വരും. ശ്രദ്ധിക്കുക, റിവേഴ്സ് ഓർഡറിൽ ഈ മൈനസും കണക്ട് ചെയ്താൽ റിവേഴ്സ് ഓർഡർ. അപ്പൊ നിങ്ങൾ ഈ ഈക്വലന്റ് ഒന്നുകിൽ E2 - E1 അല്ലെങ്കിൽ ആരാണ് വലുതെന്ന് ചെറുത് കുറയ്ക്കുക. E1 ആണ് വലുതെങ്കിൽ E1 - E2. ക്ലിയർ? അപ്പൊ ഈ ഈക്വലന്റ് ആരാവും? E1 - E2 വരും. R ഈക്വലന്റോ
R equivalent വരില്ല, R1 + R2 ആണ്. അത് നിങ്ങൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്താലും അത് ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം EMF-നാണ് നിങ്ങൾ സൈൻ നോക്കേണ്ട ആവശ്യം. റെസിസ്റ്റൻസ് ഇപ്പോൾ ഇങ്ങനെയായാലും ഒക്കെ സീരീസ് തന്നെയാണ്. അപ്പോൾ R equivalent എത്ര തന്നെ ഒരു R1 - R2 വരില്ല. സീരീസ് ആയാൽ റെസിസ്റ്റൻസ് കൂടുകയേ ചെയ്യുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യൂല, കുറയില്ല. അപ്പോൾ R equivalent R1 + R2. പക്ഷേ ഈക്വലന്റ് ആരാവും, കുറയും. അപ്പോൾ അത് സെയിം ഓർഡർ ആണോ റിവേഴ്സ് ഓർഡർ ആണോ നോക്കിയാൽ മതി സീരീസ് കണക്ഷനിൽ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഇത് നമ്മൾ അടുത്ത പറയുന്ന എന്താണ്, സെൽസ് ഇൻ പാരലൽ. ആദ്യം സെൽസ് ഇൻ സീരീസ് പറഞ്ഞു, അടുത്ത എന്താണ്, സെൽസ് ഇൻ പാരലൽ. പാരലൽ എടുക്കുന്നത് M ഐഡന്റിക്കൽ സെൽസ് ആണ്. Each of EM of E and internal resistance small letter r connected in parallel, which connected to an external resistance capital letter R. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ഞാൻ പറയുന്നത് M ഐഡന്റിക്കൽ സെൽസ്. N എടുക്കാം, ഞാൻ നേരത്തെ N എടുത്തുകൊണ്ട് M എടുത്തുള്ളൂ. M ഐഡന്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് EM of E, അവരെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R കണക്റ്റഡ് ഇൻ പാരലൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R. ക്ലിയർ? അപ്പോൾ ആ ചിത്രം എങ്ങനെ വരിക, മീൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു സെല്ല്, ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ക്ലിയർ? ഇതാണ് അടുത്ത സെല്ല്, അത് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇതാണ് അടുത്ത സെല്ല്, അങ്ങനെ ഇൻഫിനിറ്റ് ഐഡന്റിക്കൽ സെൽസ് ഇല്ലേ. അപ്പോൾ ഐഡന്റിക്കൽ സെൽസ് ഉണ്ട്. അല്ലേ? എന്നിട്ട് ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇതാണ് പാരലൽ കണക്ഷൻ. കാരണം എന്നെ ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഇയാളെ വാല്യൂ E, ഇയാളെ വാല്യൂ R, ഇയാളെ വാല്യൂ E, ഇയാളെ വാല്യൂ R, ഇയാളെ വാല്യൂ E, ഇയാളെ വാല്യൂ R. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇയാളെ വാല്യൂ E, ഇയാളെ വാല്യൂ R. ഇതാണ് ക്യാപിറ്റൽ R. പിന്നെ കറണ്ട് എപ്പോഴും എന്താ ചെയ്യുക, ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുക, ശരിയല്ല? കാരണം ഇവർ ഓരോരുത്തരും കറണ്ട് കൊടുക്കും. ഇയാൾ കൊടുക്കുന്ന കറണ്ട് ആയിരിക്കും I1, I2, I3 എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് I കിട്ടി. കാരണം ഇവിടുന്ന് വരുന്ന കറണ്ട് ഇവിടെ എത്തി, ഇവിടുന്ന് വരുന്ന കറണ്ട് ഇവിടെ എത്തി, ഇവിടുന്ന് വരുന്ന മീൻസ് എല്ലാ കറണ്ടും കൂടി ഇവിടെ എത്തിയപ്പോൾ ഒറ്റ കറണ്ടായി. ഈ ഒറ്റ കറണ്ട് കിട്ടണമെങ്കിൽ ഈ എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്യണം, ശരിയല്ലേ? നമ്മൾ സിംഗിൾ കറണ്ട് ആയിട്ട് എടുത്തു, ആ കറണ്ട് ഇങ്ങോട്ട് പോകും, അല്ലെ? ഇവിടെ എത്തുമ്പോൾ വീണ്ടും തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പോകും, ശരിയല്ലേ? അപ്പോൾ ഇതാണ് എന്ത് കണക്ഷൻ എന്ന് പറയുന്നത്, പാരലൽ കണക്ഷൻ, ശരിയല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം പറ, ടോട്ടൽ EMF എത്ര വരിക, ടോട്ടൽ EMF എത്ര വരിക, E ഈക്വൽ ടു എത്ര വരിക? കാരണം ഇവിടെ നമുക്കറിയാം പാരലൽ ആകുമ്പോൾ ആര് സെയിം ആയിരിക്കും, സീരീസ് ആകുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. പാരലൽ ആകുമ്പോൾ EMF സെയിം ആവില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പാരലൽ ആയപ്പോൾ വോൾട്ടേജ് സെയിം. കാരണം എത്ര വോൾട്ട് മീറ്റർ വേണം അവിടെ? കാരണം ഇയാൾ എല്ലാവരും പ്ലസ് ടെർമിനൽ ഒറ്റ പോയിന്റിലേക്കാണ് വരുന്നത്. ഇയാളെ പ്ലസ് എല്ലാവരും പ്ലസ് ഒറ്റ ടെർമിലേക്ക്, എല്ലാവരും മൈനസും ഒറ്റ ഒന്നിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ പോരെ? നേരത്തെ നമ്മൾ സീരീസിന് ഓരോരോ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പം എന്ത് മതി? കാരണം എല്ലാവരും പ്ലസും ഒറ്റ ടെർമിനലിൽ, എല്ലാവരും മൈനസ്, മീൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ആകെ ഒറ്റ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? EMF സെയിം ആയിരിക്കും, ഈക്വലന്റ് EA ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? കാരണം എല്ലാത്തിൻ്റെ ഇടയ്ക്കുള്ള EMF സെയിം ആയിരിക്കും, അത് E ആയിരിക്കും, അല്ലെ? സീരീസ് ആകുമ്പോഴാണ് ഓരോന്ന് ആഡ് ചെയ്യേണ്ടത്. പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലന്റ് എത്ര ഉണ്ടാവുള്ളൂ? E. ക്ലിയർ? ഇനി ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പറയും. ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര വരിക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ, അല്ലേ? നമുക്ക് എന്നിട്ട് R/N അല്ലേ കിട്ടിയിരുന്നത്? ഇവിടെ എല്ലാം സ്മോൾ ലെറ്റർ R ആണെന്നുള്ളൂ, M ആണെന്നുള്ളൂ, അപ്പോൾ R/M ഉണ്ടാവും. ക്ലിയർ ആണോ? കാരണം പാരലൽ ആകുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. 1/R + 1/R + 1/R അല്ലേ ചെയ്യുക? അപ്പോൾ എന്താ കിട്ടുക? ശരിക്കും 1/R ഈക്വലന്റ് എന്താ വരിക?
ആർ ഇക്വലന്റ്. ശരിക്ക് ആർ ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്ത് കിട്ടും? ആർ ബൈ എം കിട്ടും. കാരണം എന്താണ്? 1/r ഇക്വലന്റ് എന്താ വരിക? 1/r പ്ലസ് 1/r ഇങ്ങനെ പോലെ അല്ലെ, പാരലൽ അല്ലേ 1/r. അപ്പോൾ m/r വരും. തിരിച്ചെഴുതണം. ആർ ഇക്വലന്റ് ഇസിക്കൽ എന്ത് കിട്ടും? r ബൈ എം കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ചിത്രം നമുക്ക് എങ്ങനെ തിരിച്ചു വരയ്ക്കാം? ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരയ്ക്കുമ്പോൾ എത്രയായി? ഇപ്പം എല്ലാ സെല്ലും കൂടി ചേർന്നിട്ട് ഒറ്റ സെല്ലായി മാറിയില്ലേ? എല്ലാ സെല്ലും കൂടി ചേർന്നിട്ട് ഒറ്റ സെല്ലായി മാറി അല്ലേ? ഈ സെല്ലിന്റെ ഇ എം എഫ് ഇ ആണ് കാണിക്കുക. ക്ലിയർ? ഈ സെല്ലിന്റെ ഇ എം എഫ് എല്ലാം കൂടി ഒറ്റയൊന്ന് കാണിക്കും. പക്ഷെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര കാണിക്കുക? ആർ ബൈ എം കാണിക്കും. ക്ലിയർ അല്ലേ? ആർ ബൈ എം. ഇനി ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് R, കറണ്ട് ഉണ്ട് I. ശരിയല്ലേ? ഇപ്പൊ ഇങ്ങനെയല്ല സർക്യൂട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഈ എല്ലാ സെല്ലും കൂടി ചേർന്നിട്ട് ഒറ്റ സെല്ലായി അതിന്റെ ഇ എം എഫ് ഇ. പിന്നെ അവരെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആർ ബൈ എം കിട്ടി എക്സ്റ്റേണൽ. ഇനി നിങ്ങൾ നോക്കുക, ഇയാളും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആണ്. കാരണം ഇതിലൂടെ വരുന്ന കറണ്ട് ഇവർ മാത്രമാണ് പാരലൽ. ഇവരൊക്കെ കൂടി സോൾവ് ചെയ്ത് കിട്ടുന്ന അയാളും ഇയാളും സീരീസ് ആയിരിക്കും അല്ലേ? നോക്ക്, ഇതിലൂടെ വരുന്ന കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ദാറ്റ് മീൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും സെയിം ആണ്. കറണ്ട് സെയിം ആയാലും എന്ത് കണക്ഷൻ ആണ്? സീരീസ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ റെസിസ്റ്റൻസ്, ഇത് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരിക? ആർ പ്ലസ് ആർ ബൈ എം. രണ്ടും സീരീസ് ആണ്. ആഡ് ചെയ്യണം. ആർ പ്ലസ് ആർ ബൈ എം. ക്ലിയർ? അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് എന്താ വരിക? കറണ്ട് ഐ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ്. ടോട്ടൽ ഇ എം എഫ് എത്ര കാണിക്കുന്നത്? ഇ എ കാണിക്കുന്നുള്ളൂ. ഇ ഡിവൈഡിങ് ബൈ എന്ത് വരും? ആർ പ്ലസ് ആർ ബൈ എം വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് പാരലൽ കണക്ഷൻ. അപ്പോൾ ആദ്യം സീരീസ് കണക്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ അടുത്ത് എന്തും കിട്ടി? പാരലൽ കണക്ഷനും കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ ഇതിലൊരു കേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ രണ്ട് ഇതുണ്ട്. ഇതാണ് സെല്ല്, ഇയാളെ ഇ എം എഫ് E1, ഇയാളത് R1. അടുത്ത ആള് ഇത് E2, ഇത് R2 അല്ലേ? ഇവരെ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പാരലാണ്. ഇവർ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലാണ്. ഡിഫറെൻ്റ് ആണ്. ഇയാളെ വാല്യൂ E1, ഇത് R1, ഇത് E2, R2. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർ ഇക്വലന്റ് നമുക്കറിയാം എന്താ കിട്ടുക? 1/r ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 ആണ് കിട്ടുക അല്ലേ? 1/r ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. കാരണം ഇവർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? ഇനി ഇ ഇക്വലന്റ് എങ്ങനെയാണ് കിട്ടുക? മീൻസ് E equivalent is nothing but equal to E1 R1 plus E2 R2 dividing by R1 plus R2 ആണ് കിട്ടുക. ശ്രദ്ധിക്കുക, അവിടുത്തെ E equivalent എന്താ കിട്ടുക വെച്ചാൽ E equivalent is nothing but equal E1 R1 plus E2 R2. E1 R1 plus E1 R1 അല്ല E1 R2 plus E2 R1 dividing by R1 plus R2. അപ്പോൾ 1/r ഇക്വലന്റ് is equal 1/r1 plus 1/r2. ഈ ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മീൻസ് രണ്ട് ഡിഫറൻസ് സെല്ലാണെങ്കിൽ ഈ ഇക്വലന്റ് is equal E1 R2 plus E2 R1 ഡിവൈഡിങ് ബൈ R1 plus R2. ഇതാണ് സാധാരണ ഡിഫറെൻറ്റ് കേസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട കേസ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസിന് ഐഡന്റിക്കൽ ആയിട്ട് ചെയ്താൽ മതി.